ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലോട്ട് അവർക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്ത് നമുക്ക് വാട്സാപ്പിൽ വന്ന കൂടുതലൊരു അപ്ഡേഷൻ ആട്ടോ. അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല യൂസ്ഫുൾ ആവുന്നൊരു അപ്ഡേറ്റ് കൂടിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പല സമയങ്ങളിൽ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ച് അയക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്ത് അത് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പക്ഷേ വേറെ എന്തെങ്കിലും ബിസി ആയിട്ട് നമ്മുടെ ഫോണ് എന്താ പറയുക ബാക്ക് അടിച്ച് പോവുക, അല്ലെങ്കിൽ ഫോൺ അവിടെ വെച്ച് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെസ്സേജ് എന്താണോ അയച്ചത് അത് നമുക്കറിയില്ല. കാരണം നമുക്ക് വാട്സപ്പിൽ മെസ്സേജുകൾ സേവ് ചെയ്ത് വെക്കാനുള്ളൊരു ഓപ്ഷൻ ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അത്തരത്തിൽ ഉള്ള ഒരു ഓപ്ഷൻ അതല്ലെങ്കിൽ വാട്സപ്പിൽ നമുക്ക് മെസ്സേജുകൾ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ നമുക്ക് ഡിലീറ്റ് ആവാതെ അവിടെ സേവായ ലെവൽ അല്ലെങ്കിൽ എന്താ പറയുക സേവായി കിടക്കുന്ന പോലെയുള്ള ഒരു ഫീച്ചർ ഉണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സുഖമാണോ എന്ന് അയക്കാം. അപ്പോൾ ഞാൻ എന്നിട്ട് ജസ്റ്റ് അത് സ്കിപ്പ് ചെയ്ത് അങ്ങനെ പോയി വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ യൂസ് ചെയ്തു, ഫേസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് യൂസ് ചെയ്തു നമ്മൾ. എന്നിട്ട് പിന്നെ അത് വീണ്ടും നമ്മൾ ആ ഒരു വാട്സപ്പ് എടുത്ത് വരികയാണ്. വാട്സപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ജസ്റ്റ് ബാക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ബാക്ക് പോയി നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്ത് വീണ്ടും നമ്മൾ വാട്സപ്പിൽ വരുമ്പോൾ ആ ഒരു മെസ്സേജ് ഇവിടെ ഡ്രാഫ്റ്റിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയണോ. നമ്മളത് സുഖമാണോ എന്ന് അടിച്ച് നമ്മൾ ബാക്ക് അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ നേരെ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് പോയി കഴിഞ്ഞാൽ ആ മെസ്സേജ് റിമൂവ് ആകണം അല്ലെങ്കിൽ ഡിലീറ്റ് ആയി പോകാനുണ്ടാവുക. പിന്നെ നമുക്കത് വീണ്ടെടുക്കാൻ സാധിക്കില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അത് സേവായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് നമുക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കും. ഇനി അതല്ല നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിന് സാധിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഈ ഒരു സൗകര്യം വാട്സപ്പിൽ ഇത്ര കാലം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു ഫീച്ചർ ഇപ്പോൾ വന്നതാണ്. ഈ ഒരു സൗകര്യം ഇപ്പോൾ വന്നതാണ്. ഡ്രാഫ്റ്റായിട്ട് നമുക്ക് എന്താണോ അയക്കാൻ വിചാരിക്കുന്ന മെസ്സേജ് അത് അവിടെ ഡ്രാഫ്റ്റായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സേവായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് പിന്നീട് എപ്പോഴേലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും തിരക്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.